മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിനെതിരെ CMRL കമ്പനി ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന CMRL MDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചതായും CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അപക്വമായതിനാൽ തള്ളണമെന്നുമൊക്കെയാണ് EDയുടെ ആവശ്യം. എന്തായാലും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എപ്പോഴാണ് കോടതി ഈ ഹർജി പരിഗണിക്കുക? ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ CMRL ജീവനക്കാർ ED അന്വേഷണം ചോദ്യം ചെയ്ത് നൽകിയിട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലം അടക്കം സമർപ്പിച്ചിരുന്നു. അതിലടക്കം വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം CMRL പണം നൽകിയതായിട്ട് CMRL MDയും അതോടൊപ്പം തന്നെ CFOയും മറ്റ് ഏജൻസികളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വീണ വിജയന്റെ എക്സ്ലോജി കമ്പനിക്കും 1.72 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ CMRL ജീവനക്കാരെ ചോദ്യം ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CMRL ജീവനക്കാർ നൽകിയിട്ടുള്ള ഹർജി അപക്വമാണ്, തള്ളണമെന്നും ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടി ED ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ CMRL എക്സ്ലോജിക് പണമിടപാടിൽ പോലീസിന് കേസെടുക്കാം. ഇത് സംബന്ധിച്ച് 2 തവണ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഈ വഞ്ചന അടക്കമുള്ള IPC പ്രകാരമുള്ള കേസെടുത്ത് മുന്നോട്ട് പോകാമെന്നാണ് ED ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അത് മാസപ്പടി ഇടപാടിൽ കേസെടുക്കാമെന്നുള്ള EDയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനം തന്നെ വലിയ രീതിയിൽ വീണ വിജയനെ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. അതിനുശേഷം ഈ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. CMRL ജീവനക്കാർ പറയുന്നത് തുടർച്ചയായിട്ട് തങ്ങൾക്ക് സമൻസ് അയച്ചുകൊണ്ട് ED മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണമെന്നുള്ളതാണ് CMRL ജീവനക്കാർ നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. നേരത്തെ CMRL MDയും ഈ ഹർജിയിന്മേൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു ഉപഹർജി കൂടി സമർപ്പിച്ചിരുന്നു. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം അതിനിർണായകമാണ്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.